മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ടോപ്പ് നെയിമായിട്ട് നിൽക്കുവാണ്. പക്ഷെ ഇനി ഫ്യൂച്ചറിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് സത്യം പറഞ്ഞില്ല ആക്ടിങ്. ഞാൻ ഒരു മൂവി ചെയ്ത് സീനൽ ബാസിനെ കൊണ്ട് വികാരം പറഞ്ഞിട്ട് ഒരു മൂവി. It's going to be might be released. I don't know. One of the like lead character with Basi. Really? Wow, super. It is very positive and very nice character. And main thing is me and Srinath Basi only. അടിപൊളി. So വലിയ ലോങ് ടൈം വിഷ് ആയിരുന്നോ? Oh. അതായത് ഡാൻസറായി അന്ന് തിയേറ്ററിൽ വന്നപ്പം വെച്ചിരുന്ന ആഗ്രഹം ഇപ്പൊ സാധിച്ചു. ഞാൻ വിചാരിച്ചു ഒരു നല്ലൊരു കരിയർ സെറ്റ് ആയി കഴിഞ്ഞപ്പോ അതൊക്കെ മറന്നു എന്ന്. പക്ഷെ ഇറ്റ്സ് ഓൾവേസ് ദേർ അല്ലേ? And most beautiful thing, one shot okay. So everyone like I was like very professional, long pinny manju but I did good job and മലയാളത്തിൽ ഞാൻ ഡബിങ് ചെയ്ത്. നോർമലി സംസാരിക്കുന്ന ടൈമിൽ എൻ്റെ മലയാളം ഭയങ്കര തെറ്റുകളുണ്ടാവും. പക്ഷെ കറക്റ്റ്ലി മലയാളം പാട്ടുകളുണ്ടെങ്കിൽ എനിക്ക് ആ കറക്റ്റ് വേർഡിങ്സ് എനിക്കറിയാം. ഡബിങ് ചെയ്ത ടൈമിൽ ഞാൻ കുറെ ശ്രദ്ധിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നാച്ചുറൽ ആയിട്ട് വരുന്നത് കേൾക്കാനൊരു രസമാണ്. കൊഞ്ചി കൊഞ്ചി സോ ദാറ്റ് മൂവി ഐ ഹാഡ് ഡൺ. ആ മൂവിയുടെ വേണ്ടി ഞാൻ കുറെ വെയിറ്റിംഗ്. അടിപൊളി, ലോങ് ടൈം വിഷ് അങ്ങനെ സാധിച്ചിരിക്കുകയാണ്. കുറെ ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഞാൻ കുറെ നോ പറഞ്ഞ് ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഈ ക്യാരക്ടർ മൂവി ചെയ്ത്. സോ ദാറ്റ് ഈസ് മൈ വിഷ്. ആൻഡ് main wish like I want to make my friends, my family, whoever with me, them to be happy. So then I'll be automatically happy. അവര് സന്തോഷം, നമ്മുടെ കൂടെ ഉള്ള സന്തോഷം നമുക്ക് സന്തോഷമാണല്ലോ അല്ലേ? അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് ഒറ്റയ്ക്ക് സന്തോഷം ചെയ്തിട്ട് നമുക്ക് ഷെയർ ആക്കുന്ന ഒരാള് വേണ്ടേ? വേണ്ടേ? ഞാൻ ചോദിക്കാൻ വന്നത് എന്താണ് അഭിപ്രായം? ആരെങ്കിലും വേണ്ടേ? സത്യം വേണം. സോ അതിനു വേണ്ടി നമ്മളുടെ കൂടെ ഇരിക്കുന്ന നമ്മളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ. അല്ല ചോദിച്ചത്. കിട്ടില്ല, കിട്ടണില്ല. ഐ ലൈക്ക് എന്റെ ഡ്രീം ഞാൻ മഞ്ജു ചേച്ചിക്ക് എപ്പോഴും ഞങ്ങളും കൂടെ ഒന്ന് കേട്ടോ പ്ലീസ്. ഐ വാണ്ട് ടു ഗെറ്റ് മാരീഡ് ഫോറിനേഴ്സ്. ഓഹോ, ഒരു വലിയ വീട്, ലൈക്ക് ഒരു 2-3 കാർ ഡൗൺ സൈഡ്. മോർണിംഗ് ഞാൻ ഇങ്ങനെ ഒരു ഗൗൺ വെച്ചിട്ട്, ഒരു ലോങ് ഗൗൺ വെച്ചിട്ട് സ്റ്റെപ്സ് വരാം. ഭയങ്കര ഫിൽമി ഡ്രീം. Then താരെ നോക്കി, ഓ ഡ്രൈവർ keep this car, okay? Now പോയിട്ട് പോയിട്ട് കുറെ ഷോപ്പിംഗ് ചെയ്യും. Please send the bill to my husband office. My things is like my money is my money. Your money also my money. ചെറിയ മോഹാണല്ലോ. എന്നിട്ട് ഏതെങ്കിലും ഒരു എന്റെ റിലേഷൻ ഉണ്ട്. He was an Assamese actor. Okay. So it was long time relation. So he got married last year. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? We have a very good friendship. നമുക്ക് മനസ്സിനിണങ്ങിയ ഒരു ആള്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയിട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇപ്പൊ അറിയുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. നമുക്ക് കല്യാണം പറഞ്ഞില്ല ആ ട്രേഡ് മാർക്ക്. ഐ തിങ്ക് വി ഡോണ്ട് വാണ്ട് ഇഫ് യു ഹാവ് ദ റെസ്പെക്ട് ആൻഡ് ദീസ് തിങ്സ്, യു നോ. ആൻഡ് നൗഡേസ് നോർമൽ ഗേൾ ആൻഡ് ബോയ്സ് മാരേജ് ഇസ് ഹാവിങ് മെനി പ്രോബ്ലം അല്ലേ? സോ ദാറ്റ് ഈസ് നാച്ചുറൽ മാരേജ്. ആൻഡ് മാരേജ് പറഞ്ഞ ഒരു കാര്യം ചെറിയ കാര്യമല്ല. നമുക്ക് കുട്ടിക്കല്ലിന് വേണ്ടി നമ്മൾ കുറേ കല്യാണം കഴിച്ചിട്ട് നമുക്ക് കാണിക്കാം മീഡിയയിൽ ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ കല്യാണം കഴിച്ച്. പക്ഷെ അതാ കൊണ്ടുപോകാൻ വേണ്ടി ആ ഗട്ട്സ്, ദാറ്റ് ഈസ് ദ റീസൺ എനിക്ക് ആ സൂര്യാദ് ഇസന്റെ കൂടി ഭയങ്കര റെസ്പെക്ട് ഉണ്ടോ. അതെന്റെ പേര് കറക്റ്റ് ഫാമിലി രീതിയിലേക്ക് കൊണ്ടുപോകണം. സോ ആ രീതിയിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ എനിക്ക് ഭയങ്കര പേടി. അങ്ങനെ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് മെയിൻ പ്രോബ്ലം ഇതൊക്കെ എനിക്ക് അറിയില്ല. അത് പറയാൻ എനിക്ക് എല്ലാം ഷെയർ ആക്കാൻ പറ്റും. എന്റെ കട്ടില് ഞാൻ ഷെയർ ആക്കാൻ പറ്റില്ല. എനിക്ക് വേറെ ഒരു ആൾ എന്റെ റൂമിലേക്ക് എടുക്കാൻ പറ്റില്ല. ശരി, ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ആരാ കല്യാണം കഴിക്ക? അതിച്ചിട്ട് പുറത്തേക്ക് ആക്കൂല്ലേ പിറ്റേ ദിവസം പോടി മോലെ പറഞ്ഞിട്ട്. എനിക്ക് സത്യം പറ്റില്ല. ഫ്രണ്ട്സ് ഓക്കെ, ഇപ്പൊ എന്റെ കൂടെ ഫ്രണ്ട്സ് രഞ്ജു ആയിക്കോട്ടെ, ശശാങ്ക് ആയിട്ട്, അവിനാശ് ആയിക്കോട്ടെ, ഡാലു ആയിക്കോട്ടെ, നമ്മൾ ഷെയർ ആക്കും. പക്ഷെ കല്യാണം കഴിച്ച് അയ്യോ ഇങ്ങനെ വരെ ഒരു ആള് ഈ റൂമിലായിരിക്കും. അയ്യോ എനിക്ക് പറ്റില്ല. ആദ്യം ഫ്രണ്ട് ആക്കിയാ മതി. അയ്യോ പിന്നെ കല്യാണം കഴിച്ച ഹസ്ബൻഡ് ഫ്രണ്ട് അല്ലെന്ന്
ഇനി ഫ്രണ്ടിനെ കല്യാണം കഴിച്ചാൽ ഹസ്ബൻഡ് കഴിഞ്ഞ ഔട്ട്. അതൊക്കെ സെറ്റും നടക്കില്ല. എനിക്ക് രാത്രി മെയിൻ പ്രോബ്ലം, എനിക്ക് പില്ലോസ്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പില്ലോസ് എനിക്ക് വേണം കട്ടിലില്ലേ. അല്ലെങ്കിൽ ഞാൻ രാത്രി വീടിനോട് എന്റെ സ്വഭാവമുണ്ട്. ഒരു ദിവസം രഞ്ജിന്റെ വീട്ടിലെ ഞാൻ എനിക്ക് മറക്കില്ല. രാത്രി നമ്മൾ രണ്ടുപേരെ കിടക്കുന്നത്, രഞ്ജിന്റെ വിൻഡോവും പിന്നെ ആ ജലനും പിന്നെ ആ കട്ടിലിന്റെ കുറച്ച് ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ. രാത്രി ഞാൻ അവന്റെ വീടിന് രഞ്ജു ലൈറ്റ് ഇരുട്ട് നോക്കി നാളെ കാണാൻ എവിടെയായിട്ട് മോളെ ഞാൻ പറഞ്ഞ ഐ ഫോൾ ഡൗൺ. രഞ്ജു വലിച്ചിട്ട് പുറത്തേക്കാക്കാൻ പറ്റും സ്ഥലം ശരി ചെറിയ സ്ഥലത്ത് കൂടി എത്ര വേണ്ടി ഇത് കട്ടിലുണ്ടായിട്ട് ഉറക്കാൻ വേണ്ടിട്ട് എനിക്ക് ഈ സ്ഥലം മാത്രം കിട്ടിയിട്ടുണ്ട്. സോ ഐ നീഡ് എ സ്പേസ് ആൻഡ് പ്ലസ് ദിസ് കല്യാണം പറഞ്ഞില്ല ഒബ്വിയസ്ലി കുറെ ഈ ഡ്രീം ഇതേപോലെ റിലേഷൻഷിപ്പിലായ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്? ആ വഴിക്ക് പോയിട്ടുണ്ട്? അല്ല ലോങ് ഡിസ്റ്റൻസ് അല്ലേ. അല്ല അങ്ങനെയല്ല പറയാ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അല്ല കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് സാധനം ഉറപ്പായിട്ട് എനിക്ക് വേണം. ഒരു എനിക്ക് ഏത് ദിവസം എനിക്ക് ജ്വല്ലറി ഭയങ്കര തോന്നും ആ ദിവസം എനിക്ക് ഗോൾഡ് കടയിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഞാൻ പ്രശ്നമാക്കും. ടു ഡിമാൻഡിങ്. ദാറ്റ് ഈസ് ഐ ഡോണ്ട് നോ. എനിക്ക് സാരിയും ജ്വല്ലറി അതൊക്കെ ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ല. പറച്ചില് മാത്രമല്ലേ ഉള്ളൂ, ഇതൊന്നും കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വളരെ മിനിമൽ മേക്കപ്പിലാണല്ലോ ആൾ ശരിക്കും നടക്കുന്നത്. പക്ഷെ ജ്വല്ലറി ഇടില്ല, ഞാൻ കളക്ട് ചെയ്യും. കളക്ട് ചെയ്യും. ആണോ? ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അമ്മയുടെ സ്വഭാവം പോലെ. എന്റെ മമ്മി വെയറിംഗ് മൈറ്റ് ബി 7-6 rupees ഇയറിംഗ്. ആ സൈക്കിളില് വന്നല്ലേ ആൾക്കാർ ആ സാധനം വാങ്ങിച്ചു തരും. കളക്ഷൻ ഈ പേഴ്സണൽ കളക്ഷൻ കാണാൻ വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് അത് നമുക്ക് ഒരു ഹോം ടൂർ ചെയ്യാം.